പാരിസ്ഥിതിക ആഘാത പഠനം നടത്താത്ത എല്ലാ ക്വാറികളും അടച്ചുപൂട്ടാൻ കേന്ദ്ര ഹരിത ട്രിബ്യൂണൽ കഴിഞ്ഞയാഴ്ച പുറപ്പെടുവിച്ച വിധിക്കെതിരെയാണ് ക്വാറി ഉടമകളുടെ സമരം മൂലം മെട്രോ നിർമ്മാണത്തിനാവശ്യമായ മെറ്റലും എംസാൻഡും കിട്ടാതായിരുന്നു. മെറ്റലും എംസാൻഡും അടങ്ങുന്ന 600 ടൺ നിർമ്മാണ സാമഗ്രികളാണ് ഒരു ദിവസം മെട്രോ നിർമ്മാണത്തിനാവശ്യം. കലൂർ സ്റ്റേഡിയം മുതൽ സൗത്ത് വരെയുള്ള പദ്ധതി പ്രദേശത്തെ കരാറുകാരായ സോമ കൺസ്ട്രക്ഷന്റെ പക്കലുള്ള സ്റ്റോക്ക് തീർന്നതോടെ ഈ മേഖലയിൽ നിർമ്മാണം ഭാഗികമായി സ്തംഭിച്ചു. കരാറുകാരുടെ പക്കലുണ്ടായിരുന്ന ശേഖരം ഉപയോഗിച്ചാണ് ഒരാഴ്ചയോളം നിർമ്മാണം മുന്നോട്ട് പോയത്. കമ്പിക്കെട്ടും കുഴിയടപ്പുമുള്ള ചെറിയ ജോലികൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. പൈലിങ്ങിന് ഉപയോഗിക്കുന്ന കൂറ്റം യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ 4 ദിവസമായി പ്രവർത്തിപ്പിച്ചിട്ടില്ല. എൽ&ടിയുടെ കൈവശമുള്ള ശേഖരവും ഒരാഴ്ചയ്ക്കുള്ളിൽ അവസാനിക്കും. അതോടെ നിർമ്മാണം പൂർണ്ണമായും തടസ്സപ്പെടും. ഈ സാഹചര്യത്തിലാണ് പ്രശ്നത്തിൽ ഇടപെടണമെന്ന് KMRL MD ഏലിയാസ് ജോർജ് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. അതേസമയം ക്വാറികളുടെ ഖനനാനുമതി സംബന്ധിച്ച കേസിൽ നാളെ ഗ്രീൻ ട്രൈബ്യൂണലിൽ നടക്കാനിരിക്കുന്ന ഹിയറിംഗിന് ശേഷം പരിഹാരം കാണാമെന്നാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചിരിക്കുന്നത്. മീഡിയ 1 കൊച്ചി.